തിരുവനന്തപുരം ആരോപണത്തിന് പഴക്കമുണ്ടെങ്കിലും അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ CBI അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുപ്രധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ്. ധനവകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, മുൻ ചീഫ് സെക്രട്ടറി എന്നതിലപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമാണ് നിലവിൽ KM എബ്രഹാം. അതുകൊണ്ട് തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണം എന്ന നിലയിലെ നിസാരവൽക്കരണത്തിനപ്പുറം ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ സുപ്രധാന ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് റാങ്കുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടിയെന്ന നിലയിലാണ് ഗൗരവമേറുന്നത്. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പൊരയ്ക്കൽ ആരോപണമുന്നയിച്ച് ആദ്യം പരാതി നൽകിയത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ KM എബ്രഹാമിന്റെ സ്വത്തുവിവരങ്ങൾ ചട്ടപ്രകാരം സർക്കാരിന് നൽകിയിട്ടില്ലെന്നായിരുന്നു പരാതി. മുഖ്യമന്ത്രി പരാതി അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. പിന്നാലെ ജോമോൻ വിവരാവകാശ നിയമപ്രകാരം കുടുംബാംഗങ്ങളുടെ പേരുള്ള സ്വത്തുവിവരങ്ങൾ സമാഹരിക്കുകയും വിജിലൻസ് കോടതിയെ സമീപിക്കുകയും ചെയ്തു. കേസിൽ FIR ഇടേണ്ടതില്ലെന്ന നിലപാടിലേക്ക് വിജിലൻസ് കോടതിയും എത്തി. പിന്നാലെ ഇടതു സർക്കാരിന്റെ കാലത്താണ് KM എബ്രഹാമിനെ കിഫ്ബി സിഇഒയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായെല്ലാം നിയമിക്കുന്നത്. പിന്നാലെ ക്യാബിനറ്റ് റാങ്കും സർക്കാർ നൽകി. കിഫ്ബി സിഇഒയായ KM എബ്രഹാമിന്റെ പ്രതിമാസ ശമ്പളം 3,87,750 രൂപയാണ്. 2019 ശേഷം നാളിതുവരെ 5 വട്ടം ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.